തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിർണായക കൗൺസിൽ യോഗം ഇന്നാണ്. അവിശ്വാസ പ്രമേയത്തിനുള്ള കത്ത് നൽകാൻ മതിയായ പിന്തുണ ലഭിക്കാതെ UDF നേതൃത്വം. അവിശ്വാസ പ്രമേയത്തെക്കുറിച്ച് LDF ചർച്ച ചെയ്തിട്ടില്ല എന്നും രാഷ്ട്രീയ തീരുമാനമാണ് വിഷയത്തിലെടുക്കേണ്ടതെന്നും LDF കൗൺസിലർ SP ദീപക് 24നോട് പറഞ്ഞു. സമയമാകുമ്പോൾ ചട്ടപ്രകാരം LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് CPIM നേതാവും മുൻ മന്ത്രിയുമായ V ശിവൻകുട്ടിയും 24നോട് പറഞ്ഞു. നഗരസഭയുടെ ഇന്നത്തെ അവസ്ഥ അനുസരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഈ നഗരഭരണത്തെ മാറ്റി നഗരവാസികൾ രക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യഥാർത്ഥത്തിൽ UDF ഒരു അവിശ്വാസ പ്രമേയം നോട്ടീസ് എഴുതി കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. UDF എടുത്തിരിക്കുന്ന സമീപനം എന്ന് പറയുന്നത് BJPയെ സഹായിക്കുക എന്നുള്ള സമീപനമാണ്. നിയമാനുസരണം ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. ഈ കൗൺസിലിലെ താഴെ ഇറക്കത്തിനുള്ള അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. അല്ല, യഥാർത്ഥത്തിൽ അവിശ്വാസ പ്രമേയം നമ്മളെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ള വിഷയമാണ്. ജനങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടിയിട്ട് പറ്റുന്ന അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ പോലും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നഗരസഭയ്ക്ക് കഴിയുന്നില്ല. പരിഹാസം കൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കുന്നില്ല. ഇപ്പോൾ കോടതിയിൽ നിന്ന് ആദ്യം സത്യപ്രതിജ്ഞാ ലംഘനം വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇതുപോലെ തന്നെ പരിഹസിച്ചതാണ്. ഇനി അതിൻ്റെ തുടർന്നുള്ള നിയമ നടപടികളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പരിഹാസമൊക്കെ മാറും. ആ കോടതി വിധി വന്നതിന് ശേഷം അവരെടുക്കുന്ന വേറൊരു പ്രചരണമുണ്ട്. അത് രാജേഷ് തന്നെ തുടക്കം കുറിച്ചു എന്നുള്ളതാണ്. അത് ഈ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്, വർഗീയമായിട്ടുള്ള ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജ്മൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ UDFനെ സംബന്ധിച്ച് അവിശ്വാസം കൊണ്ടുവന്നാലും അത് നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥ എന്തായാലും LDF UDFനൊപ്പം ഈ അവിശ്വാസത്തിൽ കൈകോർക്കുന്നില്ല എന്ന നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. BJPയെ സംബന്ധിച്ചതൊരു താൽക്കാലിക ആശ്വാസം എന്ന് കരുതാനാകുമോ? എന്താണ് നിലവിലെ കോർപ്പറേഷന്റെ അവസ്ഥ? ഗുഡ് മോർണിംഗ് പ്രവിത, ഹാഷ്മി. ഇപ്പോൾ ഈ BJP ഭരണം നഗരസഭയിൽ 6 മാസം പിന്നിടുന്ന പശ്ചാത്തലത്തിലാണ് ഒരു അവിശ്വാസ പ്രമേയ നീക്കവുമായി UDF രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട പശ്ചാത്തലം എന്ന് പറയുന്നത് വാഴോട്ടുകോണം കൗൺസിലറായിരുന്ന സുഗതൻ കാപ്പ കേസിൽ അറസ്റ്റിലാവുകയും പിന്നാലെ ഈ പറയുന്ന കൗൺസിലിൽ നിന്നും സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തിരുന്നു. അതുകൂടാതെ നഗരസഭയിൽ അധികാരത്തിലേറിയ BJP ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഇവർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കുന്നില്ല എന്നും പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണമായിരുന്നു. അതുകൂടാതെ ഈ ചട്ടവിരുദ്ധമായി സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾക്കെതിരെ കോടതി വിധി വന്ന പശ്ചാത്തലത്തിലൊക്കെയാണ് ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയവുമായി UDF മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ 34 അംഗങ്ങളുടെ പിന്തുണയുള്ള ഒരു നോട്ടീസ് കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മിനിമം 51 അംഗങ്ങളെങ്കിലും ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ നിലവിൽ UDFന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 20 അവരെ സംബന്ധിച്ചിടത്തോളം ഈ 2 മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവർ LDFന്റെ പിന്തുണയും തേടിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഈ UDF ഉയർത്തുന്ന ഇതേ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് കാപ്പ കേസിലെ പ്രതി കൗൺസിലറായിരിക്കുന്നത്, നഗരസഭയുടെ ഭരണത്തിൽ ഒരു ഭരണസ്തംഭനം നിലനിൽക്കുന്നു, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം BJP ഭരണസമിതി അത് പാലിക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണം ഉയർത്തിയവർ നിരന്തരം പ്രതിഷേധത്തിലായിരുന്നു. പക്ഷേ ഈ ഒരു ആവശ്യവുമായി, അതായത് ഈ അവിശ്വാസ പ്രമേയവുമായി നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാമെന്ന UDFന്റെ താല്പര്യത്തെ യഥാർത്ഥ LDF ആദ്യം തന്നെ തള്ളിക്കളയുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അവർ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ എടുക്കേണ്ടത് ഒരു രാഷ്ട്രീയ നിലപാടാണ്. അത് UDFനുമായി ചേർന്ന് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഇനി ഒരു ഭരണമാറ്റം തന്നെ നഗരസഭയിൽ ഉണ്ടാവുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആത്മഹത്യാപരമായ നടപടിയായി പോകുമെന്നതാണ് അവർ സ്വീകരിക്കുന്ന നിലപാട്. അവർ പറയുന്നത് അവിശ്വാസ പ്രമേയം യഥാർത്ഥത്തിൽ നഗരത്തിൽ ഇപ്പോൾ ആവശ്യമാണ്, പക്ഷേ അത് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായ തയ്യാറെടുപ്പുകളോടെ മതേതര ജനാധിപത്യ വിശ്വാസികളായ കൗൺസിലിലെ പ്രതിനിധികളെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അത് കൃത്യസമയത്ത് LDF ആ നിലപാട് സ്വീകരിക്കും. പക്ഷേ നിലവിൽ തൽക്കാലം ഇപ്പോൾ UDFുമായി ചേർന്നുകൊണ്ട് ഒരു അവിശ്വാസ പ്രമേയത്തിന് തങ്ങൾ തയ്യാറാകുന്നില്ല എന്ന നിലപാടിലാണ് നിലവിൽ LDF ഉള്ളത്. ഏതായാലും ഇന്ന് 2:30 മണിക്ക് ഈ കോർപ്പറേഷനിലെ നിർണായക കൗൺസിൽ യോഗം നടക്കുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ അവിടെ ചർച്ചയ്ക്ക് വരും. ഏതായാലും അവിശ്വാസ പ്രമേയത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രതീക്ഷകളൊക്കെ UDFന് ഇപ്പോൾ നിലവിൽ കെട്ടടങ്ങിയിരിക്കുകയാണ്. കാരണം അത് LDF അതിൻ്റെ പിന്തുണ അവർ പൂർണ്ണമായും നൽകുന്നില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ പറയുന്ന BJP ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായ ഒരു ആശ്വാസമുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഇനിയും വാദപ്രതിവാദങ്ങളുമായി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനമുള്ളത്. BJP ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഹാഷ്മി, പ്രഭിത. ഓക്കെ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.